ലക്ഷ്യം ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഒരു MLA ആവണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സാബു എം ജേക്കബ്. എന്തായാലും കിറ്റക്സ് കച്ചവടമെല്ലാം പൊളിഞ്ഞ് പാളിസായി നിൽക്കുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ അല്പം കാര്യമായി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. കാലങ്ങളായി മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെ LDFനെ തോറ്റ് തുന്നം പാടിക്കുക എന്നുള്ളൊരു ലക്ഷ്യവുമുണ്ട്. അതിനായി അല്പം മാധ്യമ ശ്രദ്ധ വേണം. ഇന്നലത്തെ സാബു എം ജേക്കബിൻ്റെ പ്രസംഗത്തിനെ അങ്ങനെ വേണം വിലയിരുത്താൻ. അദ്ദേഹം പറയുന്നതിൻ്റെ വ്യാപ്തിയും ആഴവുമൊന്നും അറിയാഞ്ഞിട്ടല്ല. അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് തൻ്റെ വാക്കുകൾ എങ്ങനെയെല്ലാമാണ് ഈ സമൂഹത്തിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്, സമൂഹത്തെ എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളതെന്നെല്ലാം തന്നെ അദ്ദേഹത്തിന് നല്ല വ്യക്തമായ ധാരണയുണ്ട്. എന്നിട്ടും അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം അത് മാധ്യമ ശ്രദ്ധ തന്നെയാണ്. ആ സാബു എം ജേക്കബ് അഥവാ 2020 എന്നുള്ള പേര് ഇനി നിറഞ്ഞു നിൽക്കേണ്ടത് സാബു എം ജേക്കബിൻ്റെ ആവശ്യമാണ്. ലക്ഷ്യം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു MLA എങ്കിലും ചുരുങ്ങിയത് ആകണം എന്നുള്ളത് തന്നെയാണ്. ഇന്നലെയാണ് MLAയെ പൊതുവേദിയിൽ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കിറ്റക്സ് MDയും 2020യുടെ ചീഫ് കോർഡിനേറ്ററുമായിട്ടുണ്ടായിരുന്ന സാബു എം ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തത്. കുന്നത്തുനാട് MLA ആയ PV ശ്രീനിജിനെതിരെ അധിക്ഷേപ പ്രസംഗം നടത്തിയെന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. CPIM പ്രവർത്തകയായ ശ്രുതി ശ്രീനിവാസാണ് പരാതിക്കാരി. വാർത്ത ഇതാണ്. പക്ഷേ സാബു എം ജേക്കബിന്റെ വിദ്വേഷ പ്രസംഗത്തിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പം ഗുരുതരം തന്നെയാണ്. അത്ര വലിയ രീതിയിലുള്ള അധിക്ഷേപം തന്നെയാണ് സാബു എം ജേക്കബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പറ്റി. മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് അവര് ജന്മം കൊടുത്തു. സ്വയം ഉൽപാദന ശേഷിയില്ലാത്ത ഒരു ജന്തു. ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു എല്ലായ്പ്പോഴും 2020 പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന്. കാരണം പുത്തൻകുരിശ് പഞ്ചായത്തിന് പോകില്ല, പൂത്തർക്ക പഞ്ചായത്തിന് പോകില്ല, തിരുവാളിയൂർ പഞ്ചായത്ത് പോകില്ല, വാഴക്കുളം പഞ്ചായത്ത് പോകില്ല. അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. മീറ്റിങ്ങുകൾ നടക്കുന്നില്ല, വികസനം നടക്കുന്നില്ല. മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല. അപ്പോ പൗഡറിട്ട് എല്ലാ ദിവസവും ഇറങ്ങുന്നത് 2020 പഞ്ചായത്തുകളിലേക്കാണ്. അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ എന്നിങ്ങനെ നോക്കും. അങ്ങനെ നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പതുങ്ങി അതിനകത്ത് ഈ കാട്ടുമാക്കാന്മാര് കയറിയിരിക്കുന്ന മാതിരി 32 പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറി ഇരിക്കും. ഒറ്റ ഇരിപ്പ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2020 കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിൽ ഒരു മഹാസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനിടെ ശ്രീനിജൻ MLAക്ക് എതിരെ ഇദ്ദേഹം അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പുത്തൻകുരിശ് DYSPക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. പട്ടികജാതി പീഡന നിയമപ്രകാരമാണ് നിലവിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. സാബു എം ജേക്കബിന്റെ 2020 എന്ന പാർട്ടിയുടെ പരിപാടി, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പരിപാടി നവകേരള സദസ്സ് നടന്ന അതേ വേദിയിൽ വെച്ച് തന്നെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് MLAയുടെ ഭാഗത്തു നിന്നും അനുമതി നൽകിയിരുന്നില്ല. MLA അത് നടത്താൻ സാധിക്കില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു പിണക്കത്തിന് ശേഷമാണ് പിന്നീട് കോടതി ഇടപെട്ടതിന് ശേഷമാണ് പിന്നീട് അതേ വേദിയിൽ വെച്ച് തന്നെ സാബു എം ജേക്കബിന്റെ പരിപാടി നടത്താനുള്ള അനുമതിയെല്ലാം ലഭിക്കുന്നത്. ശേഷം അങ്ങനെ ലഭിച്ച പരിപാടിയിലാണ് MLAക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം നടത്തിയിരിക്കുന്നത്. അതായത് MLAക്കെതിരെ പ്രതികരിക്കാൻ കിട്ടിയ അവസരം അദ്ദേഹം മാക്സിമം ചൂഷണം ചെയ്തു എന്ന് വേണം കരുതാനായിട്ട്. പക്ഷേ ഇതെല്ലാം സ്വാഭാവികമാണ്. ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഒരാൾക്കെതിരെ പരാതി പറയുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പരാമർശം ഉയർത്തുന്നതെല്ലാം തന്നെ സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ സാബു എം ജേക്കബ് ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകളാണ് ഇവിടെ അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. പലപ്പോഴും ഇദ്ദേഹം പ്രസ് മീറ്റ് നടത്തുന്ന സാഹചര്യത്തിലാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പരാമർശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയെല്ലാം തന്നെ ആകാറുണ്ട്. കാരണം പണ്ടാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോലും അദ്ദേഹം പലപ്പോഴും പ്രസ് മീറ്റ് വിളിക്കുകയും ചില ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. അതാണ് മാത്രമല്ല കേരളം എന്ന്
പറയുന്നത് ഒരിക്കലും വ്യാവസായികമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല, വ്യാവസായികൾക്ക് അനുകൂലമായ കാലാവസ്ഥയല്ല കേരളത്തിലേത് എന്ന് പറഞ്ഞിട്ട് തുടർന്ന് തെലങ്കാനയിലേക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മൊത്തം മാറ്റി സ്ഥാപിച്ചതാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം തെലങ്കാനയിൽ പോയിട്ടും വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അത്ര വലിയ നഷ്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുഴുവൻ തകർന്നു വീണത് എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും 2020 എന്നുള്ള വലിയൊരു ദൗത്യമായി അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇനി താൻ എന്തായാലും ലക്ഷ്യം കാണാതെ മടങ്ങുകയില്ല. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സാബുവൻ ജേക്കബ്. കഴിഞ്ഞ ഞായറാഴ്ച കോലഞ്ചേരിയിൽ സെന്റ് പീറ്റേഴ്സ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന 2020 പഞ്ചായത്ത് മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗ പരിപാടിക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്രയും വലിയ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സമ്മേളനം നടത്തുന്നത് സംബന്ധിച്ച് MLA-യുടെയും അതുപോലെ തന്നെ 2020 തമ്മിൽ തുടങ്ങിയ തർക്കങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഈ തർക്കങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരം ഒരു പരാമർശമുണ്ടായത്. ഇതിനെ തുടർന്നാണ് പരാതി നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. മാത്രമല്ല ഈ സമ്മേളനത്തിനായി കോളേജ് ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന വേദി പുറമ്പോക്കിലാണെന്നായിരുന്നു ആദ്യം MLA ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. MLA-യുടെ ആ പരാതിയെ തുടർന്ന് ഈ സ്റ്റേജെല്ലാം പൊളിച്ച് മാറ്റുകയുണ്ടായിരുന്നു. പിന്നീട് ഹൈക്കോടതി വിധി വാങ്ങിക്കൊണ്ടായിരുന്നു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. സാബുവൻ ജേക്കബിന്റെ വിവാദ പ്രസംഗം MLA അടക്കമുള്ളവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഇപ്പോൾ നിലവിൽ എന്ത് തന്നെയാണെങ്കിലും വൈറലാണ്. മാത്രമല്ല ഒരു ജാതീയ അധിക്ഷേപമുണ്ട് സാബുവൻ ജേക്കബിന്റെ വാക്കുകളിൽ നിന്നുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കടന്നുകൂടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു വിദ്വേഷം അതും വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ്. മാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചാരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളുള്ളത്. അത് പ്രചാരണം എന്നല്ല, കുപ്രചരണം എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഒരർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു വിമർശനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഓളം ഉണ്ടാക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള ചില രീതികൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ആകുന്ന സാഹചര്യത്തിൽ അവയെല്ലാം തന്നെ അത്തരത്തിലുണ്ടാകുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജ് ആണെങ്കിൽ പോലും അതെല്ലാം പോസിറ്റീവായി തങ്ങൾക്ക് അനുകൂലമായി തന്നെ വരുമെന്ന് രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ചിന്തിക്കാറുണ്ട്. ഇതേ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണോ സാബുവൻ ജേക്കബ് ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്ന ഒരു തരം പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പ്രത്യേകിച്ചും ഒരു പാർട്ടി സ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഒരു വ്യവസായി എന്ന നിലയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സേവനം എന്നുള്ള നിലയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടാകും. എന്നിട്ടും അദ്ദേഹം ഇത്രയും വലിയൊരു രീതിയിലൊരു വിദ്വേഷ പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ചർച്ചകളിൽ സജീവമാകുക, വീണ്ടും ആദ്യത്തെ പോലെ തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, വീണ്ടും ആരോപണങ്ങളുമായി വീണ്ടും രംഗത്ത് വരിക, ജനങ്ങൾ എപ്പോഴും കേൾക്കുന്ന തരത്തിലേക്ക് സാബു എം ജേക്കബ് 2020 എന്നുള്ള പേരുകൾ ഇങ്ങനെ ഒരു മുഴക്കം പോലെ ആക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ആ ലക്ഷ്യം, അതായത് ഒരു MLA തുടർന്ന് തൻ്റെ ഒരു പാർട്ടിയെയും അതുപോലെ തന്നെ തന്നെയും ഒരു MLA എന്നുള്ള നിലയിലേക്ക് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള ലക്ഷ്യവും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിക്ക് പുറകിൽ ഉണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.